എമ്പുരാന് ശേഷം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി മലയാള സിനിമയിൽ ചർച്ചയാവുകയാണ്. എമ്പുരാനെ നിർബന്ധിത സെൻസർഷിപ്പിന് വിധേയമാക്കിയത് രാഷ്ട്രീയ ശക്തികളാണെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പുതിയ മലയാള സിനിമയെ സെൻസ്ലെസ് സെൻസർഷിപ്പിന് വിധേയമാക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സർട്ടിഫിക്കേഷൻ ബോർഡ് തന്നെയാണ്. സീതയുടെ പേരായ ജാനകി എന്നത് ടൈറ്റിലിൽ അടക്കം ഉൾപ്പെടുത്തിയതാണ് പ്രകോപനം. വിചിത്രമായ വാദങ്ങളാണ് ഇതേ ചൊല്ലി സെൻസർ ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം കാണാം RDX രാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷങ്ങളിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലറാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ലൈംഗികാതിക്രമത്തിന് ഇരയായ ഒരു സ്ത്രീ നടത്തുന്ന നിയമ പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഹിന്ദു ദേവതയായ സീതയുടെ മറ്റൊരു പേരാണ് ജാനകി എന്നും ആ പേര് സിനിമയുടെ ടൈറ്റിലിൽ നിന്ന് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡിന്റെ ആവശ്യം. സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിന്റെ പേരും മാറ്റണമെന്ന് സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരോട് നിർദ്ദേശിച്ചു. ലൈംഗികാതിക്രമം നേരിട്ട കഥാപാത്രത്തിന് ഹിന്ദു ദേവതയുടെ പേര് നൽകിയത് തെറ്റെന്നാണ് വിചിത്രമായ നിർദ്ദേശത്തിനുള്ള ന്യായവാദം. ഇതോടെ ഈ വരുന്ന ജൂൺ 27-ന് തിയേറ്ററുകളിൽ എത്താനിരുന്ന സിനിമയുടെ റിലീസ് അനിശ്ചിതത്വത്തിലായി. ഒട്ടുമിക്ക ഹിന്ദു പേരുകളും പുരാണ കഥാപാത്രങ്ങളുടെയും ദൈവങ്ങളുടെയും പേരായതുകൊണ്ട് സെൻസർ ബോർഡ് ഈ വിധം നിലപാടെടുത്താൽ കഥാപാത്രങ്ങൾക്ക് എങ്ങനെ സന്ദർഭത്തിനും സാഹചര്യത്തിനും യോജിക്കുന്ന പേരുകൾ നൽകാനാകുമെന്നാണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ചോദ്യം. ചട്ടങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായ നിർദ്ദേശം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള ബോധപൂർവ്വ ശ്രമമാണെന്നാണ് ഉയരുന്ന വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. തിരുവനന്തപുരത്തെ CBFC റീജിയണൽ ഓഫീസ് UA സർട്ടിഫിക്കറ്റ് നൽകി ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയിരുന്നു. റീജിയണൽ ഓഫീസ് സിനിമയ്ക്ക് സർട്ടിഫിക്കേഷൻ നൽകിയത് ഒരു കട്ടുപോലുമില്ലാതെയാണ്. പിന്നീട് ചിത്രം മുംബൈയിലെ CBFC ആസ്ഥാനത്തേക്ക് അയച്ചു. പ്രദർശനാനുമതി നിഷേധിച്ചത് അവിടെയാണ്. സിനിമയുടെ പേര് മാറ്റിയാൽ കഥാപാത്രത്തിൻ്റെ പേരുള്ള സന്ദർഭങ്ങളും സംഭാഷണങ്ങളും മാറ്റേണ്ടി വരും. സിനിമയിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്നത് 96 ഇടത്താണ്. ഇതെല്ലാം തിരുത്തേണ്ടി വരും. രേഖാമൂലമല്ല, സെൻസർ ബോർഡ് ചെയർമാൻ വാക്കാലാണ് ഈ നിർദ്ദേശം നൽകിയതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. സെൻസർ ബോർഡോ സെൻസ് ഇല്ലാത്ത ബോർഡോ എന്ന നടപടിയെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. CBFCയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനമാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അങ്ങനെയാണ് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. MB പത്മകുമാർ എന്ന സംവിധായകന് സംവിധാനം ചെയ്ത ഒരു സ്വതന്ത്ര സിനിമയ്ക്കും ഇതേ വിധിയുണ്ടായി എന്നും പറയുന്നു. എബ്രഹാമും ജാനകിയും തമ്മിലുള്ള പ്രണയമായിരുന്നു പ്രമേയം. സർട്ടിഫിക്കറ്റ് കിട്ടാൻ ജാനകിയെ ജയന്തിയാക്കി. ഇങ്ങനെയാണെങ്കിൽ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പേരുകൾ സെൻസർ ബോർഡ് തരട്ടെ എന്നാണ് B ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചിത്രത്തിന് അനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും രംഗത്തെത്തി. കലാ സാംസ്കാരിക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റം എന്നാണ് DYFI ഈ നടപടിയെക്കുറിച്ച് പറഞ്ഞത്. ഒരു കഥാപാത്രത്തിൻ്റെ പേര് പോലും ഉപയോഗിച്ച് സങ്കുചിത രാഷ്ട്രീയ താല്പര്യം കുത്തിക്കയറ്റുന്നു എന്നുള്ള ആരോപണം അവർ ഉന്നയിച്ചു. അതേസമയം സുരേഷ് ഗോപി ഇതിനോട് പ്രതികരിച്ചില്ല. താൻ അഭിനയിച്ച ചിത്രം നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇതുവരെ പരസ്യ പ്രതികരണം നടത്താത്തതെന്നറിയില്ല. നേരിട്ട് ഇടപെട്ടെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു എന്ന് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സിനിമയുടെ അനുഭവം ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താകുമെന്നാണ് കോൺഗ്രസ് ഇതേക്കുറിച്ച് പറഞ്ഞത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് നേരത്തെ DYFI അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. സനീഷ്, ഏറ്റവും വിചിത്രമായ കാര്യങ്ങളാണ് സെൻസർ ബോർഡിൽ നിന്നുണ്ടാവുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ ചില പേരുകൾ, ആളുകളുടെ പേരുകൾ, വ്യക്തിഗത പേരുകളൊക്കെ പരാമർശിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവരുടെ അനുമതി വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ള വിചിത്രമായൊരു നിർദ്ദേശം നേരത്തെ തന്നെ സെൻസർ ബോർഡിൻ്റേതായിട്ടുണ്ട്. അതുപോലെ ഇതിപ്പം സീതയുടെ അനുമതി മേടിക്കുക എന്നുള്ളത് സാധ്യമല്ലാത്തതുകൊണ്ട് സെൻസർ ബോർഡ് തന്നെ ആ കാര്യത്തിൽ ഒരു അനുമതി കൊടുക്കുക എന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിയാൽ സീതയ്ക്ക് എത്രയോ പര്യായ പദങ്ങളുണ്ട്. സീതയുടെ പേര് പല പേരുകളിൽ, മൈഥിലി എന്നൊക്കെ പല പേരുകളിൽ, വൈദേഹി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു പേരും ഇനി സിനിമയിൽ പ്രയോഗിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വരും. ഹിന്ദു ദൈവങ്ങളുടെ ഒന്നും പേര് ഈ നിലയ്ക്ക് കഥാപാത്രങ്ങൾക്ക് പാടില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ നെടുമുടി വേണുവിൻ്റെ ഒരു കഥാപാത്രം ഒരു ശ്രീകൃഷ്ണൻ എന്നോ മറ്റോ ആയിരുന്നു. ആ പേരൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നൊരു സമീപകാലത്ത് അമ്മൻ ഹിറ്റായിട്ടുള്ള നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ, സിനിമയാകാനും പോവുക. കെയർ ഓഫ് ആനന്ദി പോലുള്ള ഒരു സാധാരണക്കാരിയുടെ പേരുമായിട്ട് കെയർ ഓഫ് ചെയ്ത് വെക്കേണ്ടതല്ല രാമൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ജാനകി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വളരെ 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 കോമൺ ആയിട്ടൊരു പേരാണ്. എൻ്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നൊരു പേര് നമ്മുടെ അമ്മയുടെ പേരാണല്ലോ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നത് എത്രയോ ജാനകിമാർ ഇവിടെയുണ്ട്. അപ്പോൾ ആ പേര് ഒന്നിനും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇപ്പോൾ സീതയുടെ പര്യായമായതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചിന്താവിഷ്ടയായ സീതയിൽ സീത, കുമാരനാശാൻ്റെ സീത രാമനെ വിമർശിക്കുകയാണ്, അതിനിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ്. അപ്പോൾ രാമനെ വിമർശിക്കുന്ന ഒരു കഥാപാത്രത്തെ, അതും സീത തന്നെയായിരിക്കുന്ന കഥാപാത്രത്തെ ഇവിടെ പറ്റില്ല ഈ നാട്ടിൽ എന്ന് നാളെ ഇവർ സെൻസർ ബോർഡ് വന്ന് പറഞ്ഞാൽ കുമാരനാശാനെയൊക്കെ മുൻകാല
പ്രാബല്യത്തോടെ നമുക്ക് നിരോധിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഇതൊക്കെ അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ശരിക്കും ഒന്നുകിൽ ഈ സിനിമാക്കാരുടെ എന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് സുരേഷ് ഗോപിയൊക്കെ അഭിനയിക്കുന്ന, അനുപമ പരമേശ്വരനൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് ഈ മറ്റുള്ള പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലോ എന്ന് കരുതിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നോക്കുമ്പോഴാണ് ഇത് വസ്തുതാപരമാണ് എന്ന് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നത് ഹർഷൻ, ഇത് ഈ സെൻസർ ബോർഡിലൊക്കെ ഈ പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെ ധാരയെ ഇങ്ങനെ പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് രാജ്ഭവനിൽ ഈ പറയുന്ന ഭാരതാംബയുടെ ചിത്രം വെക്കുന്നത് പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അബ്സേർഡ് ആയിട്ടുള്ള വിവരദോഷമാണെന്ന് ആദ്യ കേൾവിയിൽ തന്നെ തോന്നുന്ന ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മട്ടിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ രാഷ്ട്രീയം, ഇവർ ഉദ്ദേശിക്കുന്ന ചില രാഷ്ട്രീയത്തെ പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ പറ്റും. അതായത് ഹിന്ദു ദൈവങ്ങൾ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്, ഹിന്ദു ദൈവങ്ങളുടെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടില്ല, അത് ഇന്ന പേരുകളാണവ എന്ന് പറഞ്ഞിട്ട് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിയെ ഇങ്ങനെ പ്രസരിപ്പിക്കാനായിട്ട് നിസ്സാരവും അങ്ങേയറ്റം പരിഹാസ്യവുമായുള്ള വിവാദങ്ങൾ അഴിച്ചുവിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പം സുരേഷ് ഗോപിയുടെ തന്നെ പടമാണ്, അദ്ദേഹം ഒന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. പത്മകുമാർ, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയത്തോടൊക്കെ താല്പര്യമുള്ളതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് വലുതായിട്ട് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം പെട്ടെന്ന് പേര് മാറ്റി കൊടുത്തത്രേ, ജയന്തി എന്ന മറ്റോ ആക്കി കൊടുത്തു. അപ്പോൾ ഇത് ഈ പറയുന്ന പരിഹാസ്യമായിട്ടുള്ളൊരു നിലയാണ്. കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് വരേണ്ടുന്ന വാർത്തകളല്ല ഇത്. പക്ഷേ സെൻസർ ബോർഡിൽ ഏറ്റവും രസകരമായ കാര്യം, കേരള സ്റ്റോറി എന്നുള്ള സിനിമയിൽ പച്ച നുണ 37,000 സ്ത്രീകളെ ഇവിടെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്ത് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി എന്നൊക്കെയുള്ള പച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ പാസ്സാക്കി കൊടുത്ത സെൻസർ ബോർഡാണ് ഇവിടെ ഈ നാട്ടിലുള്ള പണി ഒപ്പിക്കുന്നത് എന്നുള്ളതാണ്. ക്രോസ് ബെൽറ്റ് മണിയുടെ സംവിധാനത്തിൽ 1977 പുറത്തിറങ്ങിയ ഒരു മലയാള സിനിമയാണ് പട്ടാളം ജാനകി. ജയൻ വിൻസെന്റ്, ഉണ്ണിമേരി, രവികുമാർ, സുധീർ, വിജയലളിത എന്നിങ്ങനെ അക്കാലത്തെ വലിയ താരനിര അണിനിരുന്ന സിനിമയായിരുന്നു അത്. 1983 CR ശക്തിയുടെ തിരക്കഥയിലും സംവിധാനത്തിലും ഇറങ്ങിയ ഒരു സിനിമയുടെ പേര് പ്രൊഫസർ ജാനകി എന്നായിരുന്നു. ലക്ഷ്മിയും രാജ്കുമാറും ഡൽഹി ഗണേഷും എല്ലാം അഭിനയിച്ച ഒരു തമിഴ് മലയാളം ഡബ്ബിംഗ് പടമായിരുന്നു അത്. ഇതെല്ലാം പോട്ടെ, 2018 ഒരു 8 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു മലയാള സിനിമയുടെ പേരുണ്ട്, ജാനകി എന്ന് തന്നെ. പ്രകാശ് ബാരയും വിനയ് ഫോർട്ടും സജിത മഠത്തിലും എല്ലാം അഭിനയിച്ച MG ശശി പടം. എന്നാൽ ഇന്ന് ഈ 2025 ജാനകി എന്നൊരു കഥാപാത്രത്തിന് പേരിടാൻ പറ്റാതെ ആയിരിക്കുന്നു. ഈ കാലം അങ്ങനെ ഒരു സവിശേഷ ഘട്ടത്തിൽ നമ്മുടെ കലയെ, നമ്മുടെ സിനിമയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. ആലോചനയിലും ആവിഷ്കാരത്തിലും മതം കലർത്തി വിഷലിപ്തമായ വ്യാഖ്യാനങ്ങൾ നിർമ്മിക്കുന്നവരുടെ കാലം. പക്ഷേ കല കത്രികയെ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് RDX കരുതുന്നു. ഇരുണ്ട കാലത്തും പാട്ടുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉണ്ടാകും ഇരുണ്ട കാലത്തെ പറ്റിയുള്ള പാട്ടുകൾ എന്നാണല്ലോ ബൃഹത്ത് കവിതയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പമാണ്. സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നു. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സെൻസർ ബോർഡ് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായ, ആ സിനിമയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് RDX ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.